ട്രാവൽ കുനിയുടെ കാശ്മീർ യാത്ര അതായത് അവിടെ തുടങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നു. ട്രെയിൻ കയറണം, ട്രെയിൻ വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാം സെറ്റാണ്. ബാഗിൽ അത്യാവശ്യം ഫുഡൊക്കെ പാക്ക് ചെയ്ത് മാക്സിമം ചിലവ് ചുരുക്കി ട്രെയിനിലൊക്കെ പിടിച്ചങ്ങനെ കയറി പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്. എല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഒരു ലോങ് ജേണിയാണ്. ഇതാണ് നമ്മൾ 17 ആൾക്കാർ ആണ് നമുക്ക് പോകാനുള്ളത്. ആൾക്കാരെല്ലാവരും ട്രെയിനിൽ നിന്ന് സേഫ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരു ഹായ് തന്നെ. 17 അല്ല 28 ആള്. അതെ, കൂടിയാ? ട്രെയിൻ മുന്നേ ആളെ കൂട്ടിയാ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? നമ്മൾ കയറിയപ്പോൾ 17 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പൊ 28 ആളായിട്ടുണ്ട്. വലിയൊരു ടീമായിട്ടുണ്ട്. എടാ, നമ്മളിനി എന്താ ചെയ്യണ്ടേ? ബനിഹാല് അത് നമ്മൾ ഇനി ഇവിടുന്ന് ഒരു എല്ലാവരും ഷെയർ ചെയ്താണ്ട് ഒരു ടാക്സി ബനിഹാലിലേക്ക് പോവാ. അവിടുന്ന് നമുക്കൊരു ഒരു ഷട്ടിൽ ട്രെയിൻ ഉണ്ട്. അതില് മഞ്ഞൊക്കെ കാണാൻ കഴിയുകയാണെങ്കിൽ അത് അടിച്ച് പൊളിച്ച് പോവാം. അതെ, അപ്പൊ ഇനി നമ്മള് ബനിഹാലിലേക്കാണ് പോകുന്നത്. ടാക്സി വിളിച്ചാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഉദ്ധംപൂരിലാണുള്ളത്. ഉദ്ധംപൂർ ടു ബനിഹാൽ നമ്മളുടെ കാശ്മീർ യാത്ര തുടങ്ങുകയാണ്. 17 പേരായിട്ട് തുടങ്ങിയതാണ്. ഇവിടെ 28 എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താവുമെന്നൊന്നും അറിയില്ല. മഞ്ഞ് കാണാൻ പോവാണ്. കാശ്മീരിലേക്കുള്ള യാത്രയാണ്. എല്ലാവരും പോവല്ലേ? റെഡിയല്ലേ? നമുക്ക് ബനിഹാലിലേക്ക് ഇനി ടാക്സി വിളിച്ചിട്ടാണ് പോകേണ്ടത്. ഇവിടെ ചെറിയ ചെറിയ ടാക്സികൾ, അതായത് ഇന്നോവ 7 ആൾക്കുള്ള 7 സീറ്റർ ആണ് ഉള്ളത്. നമ്മൾ 17 പേരുണ്ട്. അപ്പം സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകണം എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സിക്കാരായിട്ട് ഹിന്ദി അറിയാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഹിന്ദിയിൽ ശരിക്കും നമ്പറുകളാണ് ഏറ്റവും പ്രശ്നം. ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാവും. നമ്പർ പറയുമ്പോൾ അങ്ങോട്ട് കത്തുന്നില്ല. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വേണ്ട രീതിയിൽ നമ്പറൊന്നും പഠിക്കാത്തതിൻ്റെ ക്ഷീണം ഇപ്പം ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ചില ആൾക്കാർക്ക് ഹിന്ദി അറിയാം. അവരെ നമ്മൾ യുദ്ധം ചെയ്യാൻ മുന്നണിയിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല. പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഒന്ന് കാണുന്നുണ്ട്. അവിടെ ആകെ തിരക്കാണ്. എന്തായാലും നമ്മൾ ഒരു ടാക്സി പിടിച്ച് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? റെഡിയാക്കിക്കൊണ്ട് പിന്നെ ഏതാ വണ്ടി നമ്മൾ ഫിക്സ് ആക്കിക്കൊണ്ട് ഇന്നോവന്നെ ആയിക്കോട്ടെ, ഒന്നും നോക്കണ്ട. അവര് തീരുമാനിക്കുകയാണ്. നമ്മളൊരു ടാക്സി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 7 മൾട്ടിപ്ലൈ 21 7 7 लोग 3 വണ്ടി 7 ആള് വെച്ചാകുമ്പോ ഇപ്പൊ നമ്മളെത്ര ആളായി? 7 ആള് 7 അപ്പൊ ഒരാളും കൂടി ഒരു വണ്ടി കയറ്റണം. അതാണ് അവൻ പറയുന്നത്. ശരിയാണ്, കറക്റ്റ് ആണ് പറഞ്ഞത്. സ്കെൽറ്റായിട്ടുള്ള പിന്നെ മെലിഞ്ഞ ആളെ ഒരാളെയും കൂടി കിട്ടണം, എന്നാലേ വണ്ടി നീങ്ങുള്ളൂ. അതാണ് അവസ്ഥ. അപ്പൊ അതിനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ഇന്നോവയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കിട്ടി, നമുക്ക് ആളെ കിട്ടി. സുമേഷും കൂടി കയറുന്നതോട് കൂടി നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സുമേഷ്, നീ ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ സത്യത്തില്. നമ്മളെ യാത്ര തുടങ്ങി. ടാക്സി ഇന്നോവയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിടിലൻ റോഡാണ്, അതായത് മൊത്തം ഗട്ടറാണ്. ഒരു 90 കിലോമീറ്റർ ആണ് നമുക്ക് ഈ വഴി മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ഒരു 3 മണിക്കൂറിന്റെ യാത്രയാണ് നമുക്ക് ഇനി മുന്നിൽ കിടക്കുന്നത്. ഇവിടെ പെട്രോൾ അടിക്കാൻ നിർത്തിയേക്കാം കേട്ടോ. അതെ, നമ്മൾ സൈഡിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല എന്നുള്ളൊരു അത്ഭുതമുണ്ട്. നേരെ ഇതാ ടാങ്കർ ലോറിയിൽ നിന്ന് അങ്ങ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാശ്മീരിലെ പെട്രോൾ ടാങ്ക്. മൊബൈൽ പെട്രോൾ ടാങ്ക് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിമാലയാണ് കേട്ടോ. ഈ ഹിമാലയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറുപ്പമുള്ള ഒരു കുന്നാണ്, അല്ലെങ്കിൽ മലയാണ്, പർവ്വതമാണ്. അതിങ്ങനെ സ്റ്റേബിൾ അല്ല. അതിൽ നിന്ന് കല്ലുകളൊക്കെ ഇങ്ങനെ ഉരുണ്ട് വീണുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം കാണാൻ പറ്റും. ആ സ്ലൈഡ് ചെയ്ത് നിൽക്കുകയാണ് കല്ലുകളൊക്കെ. ചില കല്ലുകളൊക്കെ നോക്കുമ്പോൾ റോട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള വഴിയാണ്. കാരണം എന്താ പറയുക, നോക്കിയ ഇട്ടേക്കുന്നത് മണ്ണ് ഇങ്ങോട്ട് റോഡിലേക്ക് വീഴാതിരിക്കാൻ വലയൊക്കെ കെട്ടിയ കണ്ട്. ഇരുമ്പിന്റെ വലകൾ, അതേപോലെ കോൺക്രീറ്റ് മതിലുകളൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പം മഴക്കാലം അല്ലാത്തത് കൊണ്ട് നമ്മൾ സേഫായിട്ട് പോകാൻ പറ്റും. നമ്മളിതാ ഒരു ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണലാണ്. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ടണലാണ്. ഈ ടണലിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ളില് റിപ്പയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും എന്താണ് ടണലിന്റെ പേരെന്താ? അടൽ ടണൽ ശ്യാമ ആർ പിള്ളை. അയ്യോ ടണൽ 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 നല്ല രസമുണ്ട് കേട്ടോ. ഇതിലെ ലൈറ്റൊക്കെ ഒരു മഞ്ഞ ലൈറ്റാണ് മൊത്തത്തില്. ചെറിയൊരു ടണലൊന്നും അല്ല കേട്ടോ, വലിയൊരു ടണലായിരുന്നു. നമ്മൾ ഏകദേശം 5-10 മിനിറ്റ് ഇതിനകത്ത് ഇരുന്ന് ഇത്രയും വലിയൊരു ടണലിൽ കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ശ്യാമപ്രസാദ് മുഖർജി ടണൽ. ഭക്ഷണം കഴിക്കാൻ നിർത്തിയോടത്ത് കണ്ടിട്ടുള്ള ഒരു തന്തൂരി അടുപ്പാണ്. ഇതൊരു അടുപ്പാണ്, ഇതിനകത്താണ് ഇവരുടെ ഈ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പം അവൈലബിൾ ആണ്, എന്നാലും ഇവിടുത്തെ ഗോതമ്പ് നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. വേണ്ട തന്തൂരി റൊട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു മസാല കറിയുമാണ്. രാജ്മ കടലയാണ്. അയാളങ്ങനെ ഇങ്ങനെ വലിയൊരു അണ്ടാവില് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്പാൽ ഭായ് ആണ് നമ്മളെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഏറ്റവും വലിയ ഒരു മഞ്ഞുമല ആദ്യമായിട്ട് ദൃശ്യമായിരിക്കുകയാണ്. ദൂരെ നേരെ നോക്കിയാൽ കാണാം മഞ്ഞുമല. ഇവിടെയൊക്കെ ഉണങ്ങിയ മലയാണ്, പക്ഷെ നമ്മൾ പോകാൻ പോകുന്നത് ദൂരെ മഞ്ഞുമലയാണ്. നമുക്ക് അങ്ങോട്ടാണ് എത്തേണ്ടത്. ഈ നദി നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് മഞ്ഞിന്റെ ഒരു വലിയ സ്നോ ക്യാപ്ഡ് ആയിട്ടുള്ള ഹില്ലിലേക്കാണ്. അതെയോ 10-11 കിലോമീറ്റർ കൊണ്ട് നമ്മളുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മളുടെ അതിസാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. വാ, ഇവിടെ വന്നാൽ നമുക്ക് കാണാവുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ചുറ്റുപാടും മഞ്ഞ് മൂടിയ മലനിരകൾ, അതിൻ്റെ നടുക്ക് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. അതേ ആ കാണുന്നതാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളുടെ ദേശീയ പതാക റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള പോലെ പാറി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാവ്, ഇതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ജമ്മു ആൻഡ് JK രജിസ്ട്രേഷനിൽ 14B4412. നമ്മളെ പൈലറ്റ് എന്നാണ് പറയേണ്ടവരെയൊക്കെ ഇയാൾ നമ്മളെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ ചില സമയത്തൊക്കെ ജീവിതം ഇങ്ങനെ ഞാണിൽ മേൽ കളി പോലെയായിരുന്നു. ഭയ്യ ശുക്രിയ, ധന്യവാദ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ ബനിഹാലിൽ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി സമയം കഴിഞ്ഞു. ഒരു 4 മണി അടുത്തായി സമയം. 4:30 വരെയാണ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലേ? കിട്ടില്ലേ? കിട്ടും. ചാൻസ് ഉണ്ട്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന മലനിരകളൊക്കെ വരണ്ടുണങ്ങി കിടക്കുകയാണ്. പക്ഷെ അതിന് മുകളിൽ ഒരു ലെയർ ഉണ്ട്. ആ ലെയർ മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. അതധികം ദൂരെയൊന്നുമല്ല. നമ്മൾ ട്രെയിൻ കയറി അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകണമെന്ന് കൊതിയാവുന്നുണ്ട്. അതിൻ്റെ മുഖത്ത് ഇങ്ങനെ വെയിലടിക്കുന്ന സമയത്ത് അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. നോക്കിയേ, ചുറ്റുപാടും മലനിരകൾ. നമ്മളെ ഒരു മല കൊണ്ട് തീർത്തിട്ടുള്ളൊരു കോട്ടയുടെ നടുക്ക് പെട്ട പോലെയുള്ളൊരു ഫീലാണ്. അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനാട്ടോ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫീൽ ആറ്റിറ്റ്യൂഡൊന്നുമല്ല. ഏതോ ഒരു എന്താ പറയുക, യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ കയറി ചെല്ലുന്നൊരു ഫീലാണ് നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞുകാലത്ത് ഇതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് നിൽക്കും. അപ്പോൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് ആ ബിൽഡിങ്ങിനെ സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഷീറ്റും ഒക്കെ ഇട്ടിട്ടുള്ള സ്ട്രക്ചറാണ്. ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. അതിന്ന് ഇപ്പോൾ വന്ന ട്രെയിനിൽ നിന്ന് കുറച്ച് യാത്രക്കാർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഹൈറ്റിലുള്ളൊരു കാഴ്ച കാണാം. ഇത് നോക്കി, നമ്മളെ ദേശീയ പതാക വീണ്ടും. എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഒരു സെൻസറൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ഡോറൊക്കെ ഉണ്ട്. പക്ഷേ നോക്കി, നമുക്ക് വേറെ ഒരു വഴി കൂടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റില്ല. എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ വഴി കൂടെ മാത്രമേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. നമ്മൾ കയറുന്ന സമയത്ത് ഒരു കൂന്ന് ഒച്ച ഉണ്ടാക്കണം. കിട്ടി ഒച്ച കിട്ടി. പക്ഷേ മറ്റെല്ലാ വഴിയും ക്ലോസ്ഡ് ആണ്. ആൾക്കാർ പോകാനും തിരിച്ച് കയറാനും ഒരൊറ്റ വഴി. ആ സെക്യൂരിറ്റിയുടെ ഒരു
ടൈറ്റ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ശ്രീനഗർ, ജമ്മു ഇതേപോലുള്ള സ്ഥലത്തെ ഒരുപാട് ബോർഡർ ഏരിയ ആയതുകൊണ്ട് പലതരത്തിലുള്ള അത്തരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. എപ്പോഴും എവിടെ നോക്കിയാൽ നമുക്ക് പട്ടാളക്കാരെ കാണാം. പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഇതേപോലെ AK-47 ഒക്കെ പിടിച്ച് നിൽക്കുന്ന കുറേ പട്ടാളക്കാരെയൊക്കെ കണ്ടു. ഈ റെയിൽവേ സ്റ്റേഷൻ അതിവിജനമായിട്ട് കിടക്കുകയാണ്. ആരുമില്ല, ട്രെയിനും ഇല്ല, ഒന്നുമില്ല. എന്തായാലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഈ മഞ്ഞുമലയിൽ വെയിലടിക്കുമ്പോൾ ഒരു പ്രത്യേക വെളുത്ത നിറം ഇങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. കണ്ണാടിയിലൊക്കെ വെളിച്ചം തട്ടുന്ന സമയത്തുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇരുട്ടായ പോലെയുള്ളൊരു ഫീലാണ്. നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ശ്രീനഗറിൽ എത്തുമ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് അറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നല്ലൊരു ട്രെയിൻ യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തേക്ക് കയറണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നോക്കി, ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ സ്റ്റേഴ്സ് കയറണം. ഈ ബാഗെല്ലാം എടുത്തിട്ട് ഇനി കോണി കയറി പോകണം. അമ്മ, കോണി കയറാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അത് വായില് ബിസ്ക്കറ്റാ, വെറുതെ അല്ലാതെ മിണ്ടാത്തത്. നല്ല കാശ്മീരി ബിസ്ക്കറ്റാണ്. കാശ്മീരി ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കൈ കൊണ്ട് ഉണ്ടാക്കിയാണ് അല്ലേ? ഇതെന്താ ചായ? ഇത് ചായ, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ജിഞ്ചർ ഉണ്ട് ഇതില്, വേറെ ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. എല്ലാവരും ബിസ്ക്കറ്റ് കഴിച്ച് ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ തണുപ്പത്തെ ഒരു ചായ ബിസ്ക്കറ്റ് എത്തി കഴിക്കുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. നമ്മൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ ചായയും അവിടുത്തെ സ്നാക്സുകളൊക്കെ വളരെ മോശമായിരിക്കും. പക്ഷെ ഇവിടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ഈ കൗണ്ടറിലെ ചായയും ഈ ബിസ്ക്കറ്റൊക്കെ നല്ല അടിപൊളി സാധനം. ലോക്കൽ മെയ്ഡ്, അതായത് റേറ്റ് വളരെ കുറവാണ്. 10 രൂപ ചായക്കും 10 രൂപ ബിസ്ക്കറ്റും. ഇത് നോക്കിയാൽ നമ്മൾ മുകളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഓ, ആ മഞ്ഞുമലകളുടെ ഇടയിലൂടെയാണ് ഇനിയുള്ള യാത്ര. ഇവിടെ റിസർവേഷൻ ഒന്നുമില്ല, നമ്മൾ ഓൺ ദ സ്പോട്ട് വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നേരെ ഇവിടെ വരിക, ക്യൂ നിൽക്കുക, ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ പാറ്റേൺ ഇല്ല. നല്ല തിരക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ വലിയ ലഗേജും വെച്ചിട്ട് കയറി പോകണം. എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അധികം ബോഗികളില്ലാത്തൊരു ചെറിയ ട്രെയിനായിരിക്കും. എന്താണ് വരാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാണ് നമ്മളുടെ ട്രാക്ക്. എല്ലാവരും അങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്. ദൂരെ ട്രെയിൻ കാണുന്നുണ്ട്, അതാണോ എന്നറിയില്ല. ഇവിടുത്തെ കാലാവസ്ഥയുടെയും പിന്നെ കാശ്മീരികളുടെ ഒരു ജനിതക ഘടനയൊക്കെ കൂടി വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഭൂമിയിൽ തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനറ്റിക് ട്രേസാണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബോഗിയെ കാണുന്നുള്ളൂ, അതുകൊണ്ട് നമ്മളുടെ അതിനകത്തേക്കുള്ള കയറ്റം കുറച്ച് ടഫായിരിക്കും തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ബോഗിയാണ്. നമ്മുടെ നാട്ടിലെ ആ ഒരു പാറ്റേണിലല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളായിരിക്കും തോന്നുന്നു. എന്തായാലും നാളെ നീറ്റായിട്ടുള്ള കോച്ചുകളാണ്. ഇതിനകത്ത് കയറി പറ്റണം. യെസ്, നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഇതിന് വളരെ കുറച്ച് ബോഗീസേ ഉണ്ടായുള്ളൂ. അത് കാരണം ഞാനതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതൊരു ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് മൊത്തം, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് നോക്കട്ടെ. ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിനകത്ത് കയറി പറ്റി. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, സീറ്റ് കിട്ടിയാ? എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ പിന്നെ സീറ്റ് പിടിക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമാവില്ലല്ലോ. 2 മണിക്കൂർ ഈ ട്രെയിനിലാണ് ഇനി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ട്രെയിനൊന്നുമല്ല കേട്ടോ. ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറേ ഇവിടെ പിടിവള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വലിയൊരു കോറിഡോറാണ്.
ഇതിന് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് എത്ര ആൾക്കാരാണ് ഈ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണുന്നത്. ഫ്രീ ആയിട്ടുള്ള വിഷ്വൽസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലാണ് ഇത് മനസ്സിലാവുന്നത്. നമുക്ക് സൈഡിൽ മിററല്ല ഗ്ലാസ് ആണ്. ഇതിലിങ്ങനെ നോക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത്. ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ശ്രീനഗറിലേക്കുള്ള നമ്മളുടെ യാത്ര തുടങ്ങി കഴിഞ്ഞു. രണ്ട് കണ്ണുകൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത അത്രയും കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. എന്തായാലും ഈ ഒരു ഗ്ലാസ് വിൻഡോ നമുക്ക് ഏറ്റവും ആപ്റ്റാണ്. ഇതേപോലെയുള്ള ഒരു സ്ഥലത്തൂടെ പോകുന്ന ഒരു തീവണ്ടിക്ക് ഇതുപോലത്തെ ബോഗികളെ പറ്റുള്ളൂ. താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയുടെ മുകളിലൂടെ പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മളുടെ കാശ്മീരിന്റെ ശരിയായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ കുര്യ. കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ കൂടെ ഉണ്ടായിക്കോളാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.